അനിശ്ചിതത്വത്തിന്റെ 10ാം നാൾ ഭരണസ്തംഭനത്തിൽ സെക്രട്ടേറിയറ്റ് നിശ്ചലമായി കേരളം. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിലുണ്ടാകുന്ന അസാധാരണമായ കാലതാമസം മൂലം സംസ്ഥാന ഭരണ സംവിധാനം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 10 ദിവസമായി തുടരുന്ന ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനെ നാഥനില്ലാ കളരിയാക്കി മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നുണ്ടെങ്കിലും ഭരണപരമായ നയതീരുമാനങ്ങളിൽ അദ്ദേഹം വിട്ടുനിൽക്കുന്നത് ഫയൽ നീക്കങ്ങളെ നിശ്ചലമാക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ കാവൽ മന്ത്രിസഭയോട് തുടരാൻ ഗവർണർ നിർദ്ദേശിക്കാറുണ്ടെങ്കിലും ഇത്തവണ മുഖ്യമന്ത്രിയോട് മാത്രം പദവിയിൽ തുടരാൻ ആവശ്യപ്പെട്ടത് ഭരണഘടനാപരമായ കൗതുകത്തോടൊപ്പം വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റു മന്ത്രിമാരെല്ലാം സ്ഥാനമൊഴിഞ്ഞതോടെ വകുപ്പുകൾ ഏകോപിപ്പിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ധനകാര്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിലാണ് പ്രതിസന്ധി അതീവ രൂക്ഷമായിരിക്കുന്നത്. അധ്യയന വർഷം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാഠപുസ്തകാച്ചടിയും വിതരണവും സംബന്ധിച്ച അടിയന്തര നടപടികൾ പോലും വിദ്യാഭ്യാസ വകുപ്പിൽ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദൈനംദിന കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാനാവാതെ ഉദ്യോഗസ്ഥർ കുഴങ്ങുന്നു. സെക്രട്ടേറിയറ്റിലെ ഇടനാഴികൾ ശൂന്യം. കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം പെരുകുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ജനപ്രതിനിധികളില്ലാത്ത അവസ്ഥ ദയനീയമാണ്. ഭരണ തുടർച്ചയുടെയോ പുതിയ മാറ്റത്തിന്റെയോ ക്രിയാത്മകമായ നീക്കങ്ങളില്ലാതെ സംസ്ഥാനം ഒരു ഭരണപരമായ ശൂന്യതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സ്തംഭനം നീക്കാൻ പുതിയ സർക്കാർ എത്രയും വേഗം അധികാരമേൽക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.